നിങ്ങളെ വിളിക്കാൻ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ഒരു കോളും എടുത്തില്ല. ഇപ്പൊ ഞാൻ കല്യാണ വീട്ടിലേക്ക് പോവാ. ബൈ. നീ എന്തീ ചെയ്യുന്നേ? ഇപ്പോഴും ഫോണും പിടിച്ചോണ്ടിരിക്കുക. അമ്മ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിഥിക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇപ്പൊ തന്നെ എല്ലാവരും ലേറ്റ് ആയിന്ന് പറഞ്ഞ് ടെൻഷനിൽ നിക്ക. നിന്നെ ഈ കോലത്തിൽ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി. പോയി വേഗം റെഡിയാവോ. ഞാൻ ഇപ്പൊ തന്നെ ഒരുത്തിന് നല്ലൊരു ഡോസ് കൊടുത്തേക്കുക. അവന് ഫുള്ള് ഭ്രാന്തായി കാണും. അഹങ്കാരി, പോയി കുളിച്ചേ. അമ്മ ഇവിടെ എന്ത് ചെയ്യാ? അവിടെ മുത്തശ്ശി വന്നിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ടോ? ഹാ, പ്ലീസ് ഒന്ന് പോയി മാനേജ് ചെയ്യേ. ഞാനൊന്ന് മുടി കെട്ടിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ അറിയാലോ അമ്മയ്ക്ക്. നിങ്ങൾക്കൊക്കെ എന്താ ശമ്പളം തരുന്നത് വെറുതെയാണോ? ആണോന്ന്? ക്ലോക്ക് 5 മിനിറ്റ് സ്ലോ ആണ്. അത് നിങ്ങൾ ആരും ഇതുവരെ കണ്ടില്ലേ? ശരിയാക്കാനുള്ള സമയവും കിട്ടിയില്ലേ? പെട്ടെന്ന് ശരിയാക്കിക്കോളാം. ഇനി എന്ന് ശരിയാക്കാനാ? അയ്യോ 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 അയ്യോ, നോക്ക്, ആ TV സ്റ്റാൻഡിൽ മുഴുവൻ പൊടിയാണല്ലോ. ആ മാത്രമല്ല, ആ പാവയെടുത്ത് താഴെ വെക്കണമായിരുന്നു. ആരാ അതെടുത്ത് മുകളിൽ വെച്ചത്? മുകളിൽ വെക്കേണ്ടത് താഴെ എടുത്ത് വെച്ചിരിക്കും. ഇതെല്ലാം നേരെയാക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇനി ആരെങ്കിലും വരുമോ? അമ്മേ, സുഖാണോ അമ്മേ? ആ, ഞാൻ നന്നായിരിക്കുന്നു മോളെ. നമസ്കാരം മായി. നമസ്കാരം മോനെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണോ? എനിക്ക് സുഖം തന്നെ. അമ്മ വന്നപ്പോ തന്നെ ഇവിടെയുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ? അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? ഈ വീടിന്റെ കോലം ഒന്ന് നോക്കിയേ. ഇത് കണ്ട കല്യാണ വീടാന്ന് തോന്നുന്നു. ഭയങ്കര ഡള്ളായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം അമ്മയ്ക്ക് വേണം ക്ലാസ് എടുക്കാൻ. കൊച്ചുമോളുടെ കല്യാണത്തിന് ഇങ്ങനെ താമസിച്ചാണോ വരുന്നത്? നീ എന്തായി പറയുന്നേ? നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഈ വീട് ക്ലീൻ ചെയ്യിക്കാന്നായിരുന്നോ? അതാണോ? അങ്ങനെയൊക്കെ സംഭവിക്കും അമ്മായി. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്താണോ നടക്കേണ്ടത് അത് ശരിയായ സമയത്ത് നടക്കും. ഇപ്പൊ എന്തായാലും ഞാൻ വന്നല്ലോ, ഇനി എല്ലാം ഞാൻ ശരിയാക്കാം. ആ നോക്ക്, ഇന്ന് എന്ത് സംഭവിച്ചാലും എന്റെ ഫോൺ എനിക്ക് കിട്ടിയിരിക്കണം. അവളങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നീ വേവാ. ആരാ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? മുത്തശ്ശി, മുത്തശ്ശി, സുഖമായിട്ടിരിക്കുന്നോ? എപ്പോഴാ വന്നേ? ആരെയോ നീ വഴക്ക് പറഞ്ഞോണ്ട് വന്നില്ലേ? അതിനൊരുപാട് മുന്നേ തന്നെ ഞാൻ എത്തി. അത് പോരെ? ബോസ്, ആ പെണ്ണ് എവിടെയാണ്? ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം പോകാം. അതായിരിക്കും നല്ലത്. അമ്മേ, ഇന്ന് എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. മുത്തശ്ശി നന്നായി റെസ്റ്റ് എടുക്കൂ. ഞാൻ പോയിട്ട് വരാം. വേദാന്ത്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ എങ്ങോട്ടാ നീ പോകുന്നത്? നിന്റെ അമ്മ നിന്നോടൊന്നും പറയാതെയാണോ വളർത്തിയത്? അങ്ങനെയാണോ? അമ്മേ, അതങ്ങനെയല്ല. എനിക്ക് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്. ഞാൻ വേഗം വരാം. നിനക്കല്ലെങ്കിലും ഞങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ ഫേസ്ബുക്കിലുണ്ടല്ലോ, ആചാരങ്ങളെയും പൂജകളെയും പറ്റിയൊന്നും ആരും എഴുതിയിട്ടില്ലല്ലോ. ഫേസ്ബുക്ക് മുത്തശ്ശി, ഞാൻ നിനക്ക് ഒരെണ്ണം അയച്ചു തരാം. മുത്തശ്ശി, ഞാനിപ്പോ ഈ വീഡിയോ കണ്ടിരിക്കണോ? തീർച്ചയായും. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ചേട്ടനല്ലേ നീ? എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ട് വായിക്ക. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വേഗം റെഡി ആവണം. റിസോർട്ടിലേക്ക് പോകാനുള്ളതാ. പെൺവീട്ടുകാരായ നമ്മൾ ലേറ്റ് ആവാൻ പാടില്ല. വേദാന്ത്, അമ്മ പറഞ്ഞത് നീ കേട്ടല്ലോ അല്ലേ? ജസ്റ്റ് ഫോളോ ഹർ ഓർഡേഴ്സ്. ആരതി, പൂജാമുറി ഞാനൊരു ആഭരണപ്പെട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങ് എടുത്തിട്ട് വാ. ശരി അമ്മേ. എല്ലാവരുടെയും ആഭരണം അതിലാണോ ഉള്ളത്? അവർക്കുള്ള എല്ലാം എടുത്തിട്ട് പോയി. നിന്റേത് മാത്രമേ ഉള്ളൂ. നീ പോയി എടുത്തോ. ശരി അമ്മേ. പിള്ളാരെ, നിങ്ങളെല്ലാം റെഡിയായോ? ഞങ്ങൾ റെഡിയാമേ. അയ്യോ, അതില്ല ഇതില്ല അത് വേണം ഇത് വേണം എന്നൊന്നും പറയരുത്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോന്ന് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് നോക്ക്. നിർത്തമ്മേ, അങ്ങനെയൊക്കെ മറക്കാൻ ഞങ്ങൾ എന്താ അമ്മയാണോ? ഞങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. എല്ലാ തവണ പോകുമ്പോഴും ഇതൊക്കെ തന്നെയാ പറയുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴോ അയ്യോ ഇത് മറന്നുപോയി അത് മറന്നുപോയി എന്നും പറഞ്ഞിങ്ങി വരും. അതുകൊണ്ട് ഒന്നുകൂടെ പോയി നോക്കി എല്ലാം എടുത്തു വെക്കേ. പോ വേഗമാട്ടെ. അമ്മ എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയുണ്ടോ? സുന്ദരിയാണോന്നോ? സൂപ്പർ ആയിട്ടുണ്ട്. ശരി, എല്ലാവരും നിങ്ങളുടെ ആഭരണങ്ങളൊന്ന് കാണിച്ചേ. എന്താ ഇത്? എനിക്ക് മാത്രം ഒരുപാട് വലിയ ചെയിനൊക്കെ തന്നിട്ട് നിങ്ങൾക്കൊക്കെ ചെറിയ ആഭരണങ്ങളാണല്ലോ തന്നിരിക്കുന്നത്. ഇതൊക്കെ വളരെ ചെറുതാണല്ലോ. ഇതൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അമ്മേ, വരുന്ന നിക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ
എന്താ അമ്മേ ഇത്? എനിക്ക് മാത്രം എന്തിനാ ഇത്രയും ആഭരണങ്ങള്? മോളെ അമ്മു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആരതിക്ക് ഇതൊന്നും ഇഷ്ടാവില്ല എന്ന്. നോക്ക്, ഇപ്പൊ എന്നെ വഴക്ക് പറയുന്നുണ്ടോ? അമ്മേ, അമ്മ പോയേ. ഇത് സോൾവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. നീ കേട്ടല്ലോ, നീയായി നിന്റെ അനിയത്തിമാരായി. എന്നെ എന്റെ ഇടയിൽ വിളിക്കണ്ട, ഞാനങ്ങും വരില്ല. എന്താ എല്ലാരും കൂടി എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യണോ? നിങ്ങളുടെ ത്യാഗത്തിന്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ കല്യാണത്തിന് വരുന്നില്ല. മേഡം, ഇവിടെ ത്യാഗവും ഇല്ല, ഒരു കുന്തവും ഇല്ല. കല്യാണം ആദ്യം നടക്കേണ്ടത് നിനക്കല്ലേ? അതുകൊണ്ട് നിനക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. അതുകൊണ്ട് നിനക്ക് എക്സ്ട്രാ കെയറും. നീ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ പാടില്ല. അല്ലല്ല, ഇതൊന്നും ശരിയല്ല. അല്ല, എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ഞങ്ങൾ ചെറിയ ആഭരണമൊന്നും ഇടാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ. ചെറിയ ആഭരണമൊന്നും ഇടാൻ ഞങ്ങൾക്കും ഇഷ്ടമല്ല. അതെ അതെ, എനിക്കും തീരെ ഇഷ്ടമല്ല. ആരെങ്കിലും ഇങ്ങനെ അരപ്പവനും കാൽപ്പവനും ഒക്കെ ഇട്ട് നടക്കോ? പറ. മാത്രമല്ല, എനിക്ക് ഗോൾഡ് അത്ര ഇഷ്ടമൊന്നുമല്ല. എനിക്കാണെങ്കിൽ ഡയമണ്ട് പ്ലാറ്റിനം മാത്രം ഇഷ്ടം. അതുകൊണ്ട് എന്റേതും കൂടെ ചേച്ചി ഇട്ടേ പറ്റൂ. എന്താ തമാശയാണോ? ഞങ്ങളുടെ ലെവലേ വേറെ ചേച്ചി. ഞാൻ ഇനി സ്വർണ്ണം ഇടുന്നെങ്കിൽ പോകുന്നവരുടെയും വരുന്നവരുടെയും കണ്ണ് തള്ളണം. 10 പവന്റെ ഒരു മാല, 5 പവന്റെ വളകൾ, 2 പവന്റെ ജിമിക്കൊക്കെ ഉണ്ടെങ്കിലേ ഞാനിടുള്ളൂ. സോ ഇത് നീ തന്നെ എടുത്തു. അപ്പൊ അതിഥി നീയോ? ഞാനാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷനാ. എനിക്കാണെങ്കിൽ നീ പറഞ്ഞതിന്റെ ഇരട്ടി വേണം. ഇത് പിടിച്ചോ ചേച്ചി. അല്ല, ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ വേണ്ടി നിങ്ങളുടെ അച്ഛൻ ആരാ? അംബാനിയാണോ? അല്ല, എന്താ അമ്മേ ഇത്? ആഗ്രഹിക്കുമെങ്കിലും ലോ ലെവലായിട്ട് ആഗ്രഹിക്കാൻ പറ്റുമോ? നമ്മുടെ സൊസൈറ്റിയില് സ്വപ്നം കാണുന്നതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ അമ്മേ. ഓൾവേസ് തിങ്ക് ബിഗ്. എപ്പോഴും നമ്മൾ വലുതായിട്ടല്ലേ ചിന്തിക്കേണ്ടത്. ശരി ശരി, സമയം കിട്ടുമ്പോ ഞാൻ ആലോചിച്ചോളാം. എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇത് തന്നെ ഞങ്ങളും പറയുന്നത്. ഞങ്ങൾക്കും അത് ഇഷ്ടായില്ല. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് വെച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ നല്ല വീട്ടിലേക്ക് മരുമകളായി പോയാ അവിടെയുള്ള അച്ഛനും അമ്മയൊക്കെ നന്നായി സോപ്പിട്ട് ഞങ്ങൾക്ക് വേണമെന്നുള്ളതൊക്കെ ഇങ്ങോട്ട് തന്നാ മതി. ഇതൊന്നും ശരിയാവുന്നതല്ല. ഇത് പിടിച്ചേ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ വെറുതെ ഇരിക്കാൻ വിടുന്നില്ലല്ലോ. വാ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുന്നേ? എന്നെ വിട്ടേ. എന്നെ വിടാൻ. അമ്മ ചേച്ചി, ഞാൻ ഇത് എവിടെ ഇടാനാ? എന്താ പിള്ളേരെ നിങ്ങൾ ചെയ്യുന്നത്? പറയുന്നതൊന്നും കേക്ക്. നിന്റെ ബ്യൂട്ടിക്ക് ഇത് ഭയങ്കര കുറവാ ചേച്ചി. എന്നാലും സാരയില്ല. ഐസ്ക്രീമില് ചെറി ഇട്ടതുപോലെ ടേസ്റ്റ് കുറച്ച് കൂടുതലിരിക്കട്ടെ. നീ ഇങ്ങനെ വിഷയം മാറ്റൊന്നും വേണ്ട. ഇതെന്താ കുട്ടിക്കളിയാണോ? ഇതൊന്നും പുതിയ പ്ലാൻ അല്ലേ ചേച്ചി. സ്വർണം വാങ്ങിയപ്പോ തന്നെ ഇതെല്ലാം നിനക്ക് വേണ്ടി തന്നെയാ വാങ്ങിയത്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്ന്? അങ്ങനെ ചോദിച്ചാ നിന്നെക്കാളും ഭാഗ്യം ഞങ്ങൾക്കല്ലേ. നിനക്ക് ഒരമ്മയല്ലേ ഉള്ളൂ. ഞങ്ങൾക്കോ അമ്മയെ പോലെ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ നീയും രണ്ടാമത്തെ അമ്മ. സോ അതിനിതും മാച്ചായതുപോലെയല്ലേ? ചേച്ചി ഈ സീരിയൽ കാണുന്നത് ഇപ്പൊ കൂടുതലാ. അതുകൊണ്ട് ഇപ്പൊ ചുമ്മാതെ കരയുന്നുണ്ട്. കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അങ്ങ് നിറഞ്ഞോട്ടെ. ഈ റേഞ്ചിൽ മിനുങ്ങാൻ തുടങ്ങിയ എത്ര പേരെ മിനുങ്ങൊന്ന് നോക്കാം. ചേട്ടന്റെ കല്യാണത്തിന് ഇവളുടെ കല്യാണം ഫിക്സ് ആവുന്ന തോന്നുന്നേ. നീ ഇവരെക്കാളൊക്കെ മുതിർന്ന കുട്ടിയല്ലേ. നിനക്ക് ഇവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കായിരുന്നില്ലേ? സത്യം പറയുവാണെങ്കിൽ ഈ ഐഡിയ തന്നത് പോലും ഈ നിൽക്കുന്ന അനിയത്തിമാരാ. ഞങ്ങൾക്ക് സ്വർണത്തിനേക്കാളും നീയാ ഇമ്പോർട്ടന്റ് ചേച്ചി. നീ ഹാപ്പി ആയിട്ടിരുന്ന ഞങ്ങൾക്ക് അതിനപ്പുറം വേറെ ഒന്നും തന്നെ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ മുഖത്തുള്ള ഈ ചിരി മാത്രാണ്. നീയാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ചേച്ചി. ഇനി നീ ഒന്ന് ചിരിച്ചേ. പറഞ്ഞത് 100 രൂപ. ഇപ്പൊ എന്തിനാ 150 രൂപ എന്ന് പറയുന്നത്? അല്ല, ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞ് 4 കിലോമീറ്റർ കൊണ്ടുവന്നില്ലേ? ആ കാര്യം നിങ്ങൾ മറന്നുപോയോ? അയ്യോ, ഞങ്ങൾ ഇത് എപ്പോഴും വരുന്ന സ്ഥലവാ. അങ്ങനെ നോക്കുമ്പോഴേ 80 രൂപ തന്നാ മതി. എന്നിട്ട് ഞാൻ 100 രൂപ തന്നില്ലേ? ആഹാ, എന്താ കളിയാക്കുക? എന്നെ പൊട്ടനാക്കാനും നോക്കണ്ട. ഇത് വല്ലത്തെ ചതിയായി പോയല്ലോ. കാണാൻ പാവങ്ങളാന്ന് വെച്ച് ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അല്ല, നിങ്ങളാണോ പാവം? അമ്മേ, 50 രൂപയ്ക്കാണോ വഴക്കുണ്ടാക്കുന്നത്? 50 രൂപയ്ക്ക് എന്താ വിലയില്ലേ?
50 രൂപ എന്താ നമുക്ക് വെറുതെ കിട്ടുവോ? 50 രൂപയ്ക്ക് ക്യാൻറ്റീനിൽ പോയാൽ 2 പേർക്ക് ആഹാരം കഴിക്കാം. അപ്പോഴാ ഈ അന്യായമൊക്കെ കാണിക്കുന്നത്. ഇതിലെന്താ അന്യായം? ഫാമിലിയുടെ മൊത്തം ലഗേജ് ഈ ഓട്ടോയിൽ ഇവിടെ വരെ കൊണ്ടുവന്നേ. പോലീസ് എങ്ങാനും കണ്ടിരുന്നെങ്കിൽ 500 രൂപ ഫൈൻ അടിച്ചേനെ. ചുമ്മാ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. രാവിലത്തെ ഓട്ടം തന്നെ തലവേദനയായി. പ്രശ്നം ഉണ്ടാക്കാതെ 50 രൂപ തന്നിട്ട് പോവാൻ നോക്ക്. അമ്മ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് ചുമ്മായിരുന്നേ. അമ്മു, എന്റെ കയ്യിൽ 40 രൂപയുണ്ട്. നിന്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഒന്ന് ചേച്ചി അയ്യോ അമ്മ, എനിക്കൊന്ന് സംസാരിക്കണം. അകത്തേക്കോ? ശാരിക, ശാരിക, എന്താ നിനക്ക്? എന്താ കാര്യം? ആഹാരം വെക്കാൻ ഇവിടെ വേറെ ആരും കിട്ടിയില്ലേ? അവരെ ഇതിന് ഇങ്ങോട്ട് വരുത്തിയത് ആഹാരം ഉണ്ടാക്കാനോ? അവരുടെ സ്റ്റാറ്റസ് എന്താ, നമ്മുടെ സ്റ്റാറ്റസ് എന്താ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ആരെക്കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നേ? വേറെ ആരെ പറ്റിയാ? അമ്മയുടെ സഹോദരി പ്രമീളയും അവരുടെ സെൻസ് ഇല്ലാത്ത മക്കളെയും പറ്റിയാ? വായി തോന്നിയത് വിളിച്ചു പറയരുത്. അവർ ആഹാരം വെക്കാനല്ല ഇങ്ങോട്ട് വന്നത്. അവര് നമ്മുടെ ബന്ധുക്കളാ. നിന്റെ സ്വന്തം കുഞ്ഞമ്മയും മക്കളും. അത് എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. 50 രൂപയ്ക്ക് വേണ്ടി അവരുന്ന ഓട്ടോക്കാരനോട് ബഹളം ഉണ്ടാക്കുമായിരുന്നു. അതറിയോ? ബ്ലഡി ചീപ്പ് പീപ്പിൾ. ശാരിക, നീ മര്യാദക്ക് സംസാരിച്ചോണം. പ്രമീള എന്റെ അനിയത്തിയാ. മുതിർന്നവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ചീപ്പല്ലേ? അവരുടെ ലെവൽ എന്താ, നമ്മുടെ സ്റ്റാറ്റസ് എന്താ, നമുക്ക് ഒരു നിമിഷം ആലോചിക്കായിരുന്നു. മിണ്ടി പോകരുത്. നീ ആരെ കുറിച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? സ്റ്റാറ്റസ് നോക്കണം പോലും. സ്റ്റാറ്റസ്. നീ കുട്ടിയായിരുന്നപ്പോ ഞാൻ എത്ര വീക്കായിരുന്നു എന്നറിയോ? നിന്നെ ഒന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. ആ സമയത്ത് നിനക്ക് പാല് തന്ന് നിന്നെ നോക്കി വളർത്തിയതൊക്കെ ആ കുഞ്ഞമ്മയായിരുന്നു. വീണ്ടും വീണ്ടും അത് തന്നെ പറയണ്ട. വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞേ പറ്റൂ. ആരതി നിന്നെ സ്വന്തം അനിയത്തിയെ പോലെ നോക്കി വളർത്തിയത്. അമ്മു നീ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. അവരില്ലായിരുന്നെങ്കിൽ നീ ഇന്നുണ്ടാകുമായിരുന്നില്ല. നിനക്കിന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് കരുതി അഹങ്കരിക്കരുത്. അവര് നിന്നോട് കാണിച്ച സ്നേഹത്തിന്റെ മുൻപിൽ നിന്റെ സ്റ്റാറ്റസ് ഒന്നും അല്ല. അത് ഓർത്തു വെച്ചോ. എന്താ ഭാസ്കരേ, ചായയൊക്കെ കുടിച്ചോ? കുടിച്ചു സാർ. സിദ്ധാർത്ഥേ, പറയച്ചാ, നീ ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നേ? ഒരു മൊബൈലും കൈ പിടിച്ചോണ്ട് ഇറങ്ങാൻ സമയമായില്ലേ? എല്ലാരോടും വരാൻ പറ. ശരി അച്ഛാ. പ്രമീള, എത്ര നേരായിട്ട് നിങ്ങളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്നറിയോ? വരണം പ്രമീളെ, വരണം. അല്ല, ഇതെന്താ താമസിച്ചു പോയേ? എന്തു പറയാനാ ചേട്ടാ, സുഖം തന്നെയല്ലേ? നിന്റെ ചേച്ചിയോട് തന്നെ ചോദിക്ക്. പറയുന്ന കേട്ടോ. സുഖാണോ ബാഡ്മിന്റൺ ടീം? സൂപ്പർ ആയിട്ടുണ്ട് വല്യച്ഛ. ഞങ്ങളെ അനുഗ്രഹിക്കണം. വാ പിള്ളേരെ. ഞങ്ങളെയും കൂടി അനുഗ്രഹിക്കും വല്യച്ഛ. ക്യൂട്ട് ഗേൾസ്. ഇങ്ങോട്ട് വാ. മണികണ്ഠൻ വന്നില്ലേ? എല്ലാം ചേട്ടൻ അറിയുന്നതല്ലേ. അദ്ദേഹത്തിന് ലീവില്ല. ഞങ്ങളോട് നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞു വിട്ടു. അദ്ദേഹം സമയത്തിന് എത്തിക്കൊള്ളും. പ്രമീളെ, ഇത് നിന്റെ വീട്ടിലെ കല്യാണമാണ്. നിങ്ങൾ എല്ലാവരും മുന്നിലുണ്ടാവണം. കേട്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ് ഇപ്പൊ വരാട്ടോ. ചേച്ചി, ആ നിൽക്കുന്ന പയ്യനാരാ? അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഓർമ്മ വരുന്നില്ല. പ്രമീളെ, അത് നമ്മുടെ ശങ്കരേട്ടന്റെ മോന. ഓ അതെ അതെ, അത് ശരി. കണ്ടിട്ട് ഒരുപാട് നാളായി. അതാ പെട്ടെന്ന് മനസ്സിലാവാഞ്ഞത്. നീ എന്തിനത് ചോദിച്ചെന്ന് എനിക്കറിയാം. അവന്റെ കല്യാണം നേരത്തെ ഫിക്സ് ആയതാ. ഓ അതെയോ? എന്താ ചേച്ചി ഇത്? കല്യാണ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചില്ല, അപ്പോഴേക്കും അമ്മ നിനക്ക് വേണ്ടി പയ്യനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയല്ലോ. ചേട്ടന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പേ നിന്റെ കല്യാണം നടത്തുമെന്ന ഇപ്പൊ എന്റെ ഡൗട്ട്. നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്താ എല്ലാവരും ഇവിടെ തന്നെ നിന്നാലോ? വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, എങ്ങോട്ടായി പോന്നെ? ഇറങ്ങാനുള്ള സമയായി. ഹലോ ചേട്ടാ, എന്താ ഇത്ര അർജന്റ്? കല്യാണത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്. നീ എത്ര നേരത്തെ പോയാലും നാത്തൂന്റെ അടുത്തേക്ക് നിന്നെ അടുപ്പിക്കേയില്ല. ഇപ്പോഴാ ഇതൊരു കല്യാണ വീടായത്. ഇത്ര നേരം എല്ലാവരും ഉണ്ടായിട്ടും ഇതൊരു കല്യാണ വീടായിട്ട് തോന്നിയേയില്ല. ഇനി ഇപ്പൊ ഇവിടെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിരിക്കും. വല്യമ്മേ,
ഇത് വെറും ട്രെയിലറാ. പിക്ചർ അബി ബാക്കി ഹേ. മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ ബാക്കി കാര്യമൊന്നും പറയുകയേ വേണ്ട. നോക്കിക്കോ. അത് ശരിയാ, നീ മനസ്സറിഞ്ഞ് ചിരിച്ച ഈ മണ്ഡപം മുഴുവൻ കുലുങ്ങും. ചേട്ടാ ഒന്ന് വേഗം വാ. ലേറ്റ് ആയി അറിഞ്ഞിട്ട് ഇത് എന്ത് നോക്കിക്കൊണ്ട് നിക്ക. വേഗം വന്ന് കേറ്. വേഗം കേറിക്കേ. നിന്റെ അമ്മ എവിടെ? പത്മയെ ഒന്ന് വേഗം വാ. ദാ വരുന്നു. ഒന്ന് വേഗം വാ അമ്മേ. ഞാൻ ദേ വന്നില്ലേ. ശരികെ, നീ എല്ലാ റിലേറ്റീവ്സും വന്നതിന് ശേഷം മാത്രമേ വരാവൂ. കുഞ്ഞമ്മയും മക്കളെയും സൂക്ഷിച്ചയക്കണം. പാചകക്കാരിയും മക്കളെ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരാം. ലേറ്റ് ആവുന്നു. അവിടെ എല്ലാവരും കാത്തിരിക്കായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. ഏയ് രമ്യ, രേഖ, വേഗം വന്ന് ഈ കാറിൽ കയറിക്കോ. ഇല്ലെങ്കിൽ വല്ല തെരുവ് പട്ടികളും കയറിയിരിക്കും. കമോൺ, ഗെറ്റ് ഇൻ, ഗെറ്റ് ഇൻ. അങ്കിൾ, ആന്റി, വേഗം വാ, വേഗം കയറിക്കോ. ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റാ. ഡ്രൈവർ, വേഗം വണ്ടി എടുക്ക. എല്ലാവരും പോയല്ലോ, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു മിനിറ്റ്, ഞങ്ങളിതാ വരുന്നു. നിങ്ങൾ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? വേഗം അങ്ങോട്ട് കേറ്. കുഞ്ഞമ്മേ, ഇനി നിങ്ങൾ മാത്രമേ പോകാനുള്ളോ? കാറിൽ മുഴുവൻ ലഗേജ് ആണ്. കൊണ്ടുപോകാന്ന് വെച്ചാ ഇതില് സ്ഥലവും ഇല്ല. ഇതിലുള്ളതെല്ലാം കല്യാണത്തിന് വേണ്ട സാധനങ്ങളാണ്. ഐ ആം സോറി കുഞ്ഞമ്മേ. അത് സാരമില്ല മോളെ, നീ പോയിക്കോ. ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയല്ലേ, ദൂരമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ വന്നോളാം. ഛേ, എനിക്ക് ഇങ്ങനെ നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല. ബട്ട് നിങ്ങൾക്കെല്ലാം ബസ്സിൽ കയറി നല്ല ശീലം ഉണ്ടല്ലോ. കൊച്ചനാണെങ്കിൽ കണ്ടക്ടർ ആണല്ലോ. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ശരി, നിങ്ങൾ ബസ്സിൽ വന്നേക്ക്. ഡ്രൈവോ, വണ്ടി എടുക്ക. അതെ, അമ്മേ, നമുക്ക് ഈ കല്യാണത്തിന് പോകണ്ടമ്മേ. എന്താ കാര്യം? എന്താ കാര്യം ഇതുവരെ മനസ്സിലായില്ലേ? അതിനിപ്പോ എന്താ പറ്റിയത്? ഇത്രയും നടന്നൊന്നും പോരെ. ഇനി എന്തെങ്കിലും പറഞ്ഞ് നാണം കെടുന്നതിലും ഭേദം വീട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? കല്യാണ വീട്ടിൽ പോയി ഇനിയും ഞങ്ങളെയൊക്കെ നാണം കെടുത്താനാണോ അമ്മ ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ നാണം കെടുന്ന രീതിയിൽ എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് എന്റെ അകന്ന ബന്ധുക്കളൊക്കെ കാറിലയച്ചിട്ട് നമ്മളെ മാത്രം ഇങ്ങനെ വഴിയിൽ നിർത്തിയില്ലേ? ഇനി എന്താ വേണ്ടത്? അവരെല്ലാം അകന്ന ബന്ധുക്കളായതുകൊണ്ടല്ലേ അവരെ എല്ലാം കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയത്. ഇത് നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ, അപ്പൊ നമ്മളല്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും വെറുതെ ഇരിക്കണോ? അമ്മേ, അമ്മ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അയ്യോ, ഇത് എന്തിനാ? നീ ഒന്നും മിണ്ടാതിരുന്നേ. അവൾ അങ്ങനെ പറഞ്ഞാൽ എന്താ? അത് സത്യം തന്നെയല്ലേ. നമ്മൾ AC മുറി ജനിച്ച് AC കറി പോകുന്നവരൊന്നും അല്ലല്ലോ. നമ്മൾ ആഹാരം കഴിക്കുന്ന ബസ്സുകാരനോ അല്ലേ? അമ്മേ, അമ്മ എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി, നീ എന്താ കേട്ടോണ്ടിരിക്കുന്നത്? അമ്മയോട് പറയും. അവൾ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് വെച്ച് അവര് നമ്മുടെ ബന്ധുക്കളല്ലാതെയാവോ? ചിലർ അങ്ങനെയായിരിക്കും. ബാക്കിയുള്ളവരുടെ മുഖം ഓർത്തെങ്കിലും നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടില്ലെന്നങ്ങ് വെച്ചേക്കണം. ഇത് നിന്നോട് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലമ്മു. വല്യമ്മയും ചേട്ടനൊക്കെ നമ്മളോട് എന്ത് സ്നേഹത്തിലെ പെരുമാറുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ആദ്യത്തെ ഇൻവിറ്റേഷൻ നമുക്ക് തന്നെ അവർ കൊണ്ടുതന്നത്. നീ പറഞ്ഞ ശരിയാരതി. നല്ല പെൺകുട്ടികൾക്ക് വേണ്ടത് ഈ സ്വഭാവമാണ്. നിങ്ങളെല്ലാരും അവളെ കണ്ടുപിടിക്കും. അമ്മേ, എല്ലാവർക്കും ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ലമ്മേ. കുറച്ചു നേരം നീയൊന്നും മിണ്ടായിരിക്കുവോ? എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മേ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. കല്യാണ വീട്ടിൽ ചിലപ്പോ ശാരിക എന്തെങ്കിലും എന്നോട് കാണിച്ചാ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അമ്മു, നീ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ബസ് വരുന്നത് വരെ ഒരു അക്ഷരം മിണ്ടാതെ ഇവിടെ നിന്നോണം.
നോക്ക്, ദേ ബസ് വരുന്നു. എല്ലാരും വാ, ആ ലഗേജ് എല്ലാം എടുക്ക്. ആ നടക്ക്. ആ ലഗേജ് എല്ലാം എടുത്തില്ലേ? എല്ലാരും വേഗം സീറ്റിലൊക്കെ ഇരുന്നേ. ആ വേഗം. ആ ഇരിക്കെ. അമ്മേ, ദേ അച്ഛൻ. എല്ലാവരും ഉണ്ടല്ലോ. അച്ഛാ, അവിടെ ഇരിക്കും മോളെ. എന്തായി കാണുന്നേ? എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. നിങ്ങൾ ഇന്ന് ഈ റൂട്ടിലൂടെ വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ കാണാൻ വേണ്ടി ഒന്ന് കേറിയതാ. ചുമ്മാ പറയല്ലേ, ഞാൻ ഈ റൂട്ടിലായിരിക്കുമെന്ന് ഞാൻ തന്നെ ഇന്ന് അറിയുന്നത്. നിന്റെ അമ്മ എങ്ങനെ നേരത്തെ അറിയും? ഏയ്, നീ ടിക്കറ്റ് വാങ്ങിച്ചില്ലേ? പൈസ കൊടുക്ക്. അയ്യോ, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ മുഖത്ത് വാടിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നം ഇല്ലാന്ന് പറയുന്നതിൽ തന്നെ എന്തോ പ്രശ്നമുണ്ടല്ലോ. കല്യാണം വിടാകുമ്പോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ നിക്കണം. അത് നിങ്ങളുടെ പൊന്നുമോളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. കുറച്ചു നേരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മുഖം മത്തങ്ങ പോലെ ആക്കിയിട്ട് ഇരിക്കുവോ ആള്. അയ്യോ, എന്താ മോളെ, എന്ത് പറ്റി? എന്താ നീ വിഷമിച്ചിരിക്കുന്ന മോളെ? ഒന്നുമില്ല അച്ഛാ. എന്താ പറ്റിയെന്ന് നീ അച്ഛനോട് പോലും പറയില്ലേ? എനിക്ക് ഈ കല്യാണത്തിന് പോവാൻ ഇഷ്ടമല്ല അച്ഛാ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഇത് നമ്മുടെ വീട്ടിലെ നല്ല കാര്യം തന്നെയല്ലേ. നമ്മൾ തന്നെ വിഷമിച്ച് മാറിയിരുന്നാ പിന്നെ ഒരു കാര്യവും നടക്കില്ല.